ഇന്ന് നമുക്ക് തക്കാളി അച്ചാറിട്ടാലോ? ടൊമാറ്റോ പിക്കിളാണ് കേട്ടോ ഇങ്ങനെ ഇടാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്, പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ തക്കാളി ഇവിടെ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു 1.5 കിലോ തക്കാളിയാണ് അച്ചാറിടാൻ പോകുന്നത്. എൻ്റേതായ രീതിക്കാണ് ഞാൻ അച്ചാറിടുന്നത്. അതിന് വേണ്ടുന്ന ഒരു 1.5 സ്പൂൺ പഞ്ചസാര, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ഞാനിതാ തിളച്ച വെള്ളത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ വെള്ളം ഓൾറെഡി റെഡിയാക്കി വെച്ചിരുന്നു. അപ്പം ഞാൻ ആ തക്കാളി എല്ലാം എടുത്ത് നല്ല തിളച്ച വെള്ളത്തിലോട്ടിട്ട്, ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്കതിൻ്റെ തൊലി ഒന്ന് പൊളിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ തക്കാളിയെല്ലാം അതേണ്ട തൊലിയൊക്കെ ഇങ്ങനെ വിണ്ട് വന്ന് കീറി ഇരിപ്പുണ്ട്. നമുക്കത് പയ്യെ പൊളിച്ച് മാറ്റിയാൽ മാത്രം മതി കേട്ടോ. ഞാനിത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് തക്കാളി അച്ചാറിടുന്നത്. നിങ്ങൾക്ക് ചിലർ അരച്ചിടുന്നവരൊക്കെ ഉണ്ട്, തക്കാളി എടുത്ത് മിക്സിയിലിട്ട് അരച്ചിട്ട് അച്ചാറിടുന്നവരുണ്ട്, അരിഞ്ഞ് അച്ചാറിടുന്നുണ്ട്. ഞാൻ ഇന്ന് ചെറു തക്കാളി ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടാണ് ഇടുന്നത് കേട്ടോ. അതിന് വേണ്ടുന്ന എണ്ണ ഞാൻ അടുപ്പിലെ സ്റ്റൗവിൽ വെച്ചു. അപ്പം നമ്മുടെ എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് കടുകൊക്കെ ഇട്ട് കൊടുത്ത് പൊട്ടിച്ച് മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മുടെ തക്കാളി ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. കടുക് അങ്ങനെ പൊട്ടി വരുന്നുണ്ട്. തിളച്ച എണ്ണയിലേക്കാണ്, നല്ല തിളച്ച എണ്ണയിലേക്കാണ് എണ്ണ ഇട്ട് കൊടുത്തത്, അതുകൊണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വെളുത്തുള്ളിയും ജിഞ്ചറും ആയിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പം നമ്മുടെ തക്കാളി അങ്ങനെ ഒരു ശകലം മുളക് പൊടി ഇട്ട് ഞാൻ എങ്ങനെ കുഴച്ചാണ് വെച്ചിരിക്കുന്നത് കേട്ടോ, ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കറിവേപ്പിലയും കടുകും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്കിനി എന്താണ് ഇട്ട് കൊടുക്കേണ്ടത്, നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം നമ്മുടെ മുളക് പൊടിയും കൂടെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് ഒന്ന് മൂക്കുന്നത് വരെ വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് മൂക്കണം കേട്ടോ. ഇതുകൊണ്ട് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷമാണ് നമ്മുടെ തക്കാളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ തക്കാളി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. കുഞ്ഞ് തക്കാളി അതുകൊണ്ട് ഞാൻ അരിയുന്നില്ല, ഫുള്ളായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൂട്ടുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇങ്ങനെ അച്ചാറിടാം, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം അതിന് ശേഷം നമ്മുടെ പുളി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പുളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്ത് അതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാനിത് കുറച്ച് കായപ്പൊടി, ഉലുവാപ്പൊടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചത് ഞാനിതെടുത്ത് അതിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മസാലയെല്ലാം റെഡിയായി, ഞാൻ അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ്. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.